നമസ്കാരം. ഞാൻ ഡോക്ടർ സുജ, അസിസ്റ്റന്റ് പ്രൊഫസറായി ബാലരോഗ വിഭാഗത്തിൽ അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇന്നത്തെ വിഷയം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. എന്താണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ? അതൊരു പ്രത്യേകം ഒരു അസുഖമല്ല. ഒരുപാട് അസുഖങ്ങൾ പല രീതിയിൽ പ്രകടമാവുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. അത് ചെറിയ തോതിലാവാം, ഗൗരവമായിട്ടുള്ള വലിയ തോതിലേക്കും ഉന്നയിക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങൾ, പഠന വൈകല്യം, ബുദ്ധിമാന്ദ്യത, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത്. ഈ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം? കുട്ടികളിൽ എന്തുകൊണ്ടാണ് ഈ ഓട്ടിസം കൂടുതലായി കണ്ടുവരുന്നത്? ഈ വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ഇത് ചിലപ്പോൾ ജനിതകമായിട്ടുള്ള പ്രശ്നം കൊണ്ടാവാം, തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളിൽ എന്തെങ്കിലും തകരാറ് മൂലമോ ആയിരിക്കാം ഈ പ്രശ്നം ഉടലെടുക്കുന്നത്. ചിലപ്പോൾ ചില കുട്ടികൾ ഇരട്ട കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ മറ്റേ കുട്ടിക്കും വരാൻ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വരുന്ന പ്രശ്നമാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഡിഫിക്കൽട്ടി. അതായത് കുട്ടിയുടെ പാരൻസുമായിട്ടോ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ അടുപ്പത്തിലുള്ള ആൾക്കാരുമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. അതായത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് തിരിച്ച് കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടുകയോ അങ്ങനെ ഉണ്ടാവില്ല. ഈ കുട്ടിക്ക് ശ്രദ്ധക്കുറവ്, പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അത് അതിൻ്റെതായ ലോകത്ത് ജീവിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് പ്രകടമാകുന്നത്. ഈ കുട്ടികളിൽ എല്ലാ കുട്ടികളിലും നമുക്ക് അറിയാം ഓരോ കുട്ടിക്കും ഓരോ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഇത് ഉടലെടുക്കുന്നത്. ഈ ഓട്ടിസം എന്നുള്ള രോഗം നമുക്ക് കൂടുതലായി കണ്ടുവരുന്നത് സോഷ്യൽ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോണിലും അതുപോലെ ലാംഗ്വേജ് ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോണിലും വ്യത്യാസം വരുമ്പോഴാണ് ഇത് കാണുന്നത്. അതായത് ഉദാഹരണത്തിന് ഒരു 2 മാസം ആകുമ്പോഴാണ് കുട്ടി ചിരിക്കാൻ തുടങ്ങുന്നത്. അതുപോലെ 3 മാസമാകുമ്പോൾ അമ്മേനെ കുട്ടി തിരിച്ചറിഞ്ഞിരിക്കണം. ഇതൊന്നും കുട്ടിയിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദഗ്ധരായിട്ട് ഉള്ള ഡോക്ടർമാരെ അടുത്ത് സമീപിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില കുട്ടികൾ സംസാരിക്കുമ്പോൾ ഉമ്മ, ഉപ്പ അതൊക്കെ ഒരു 10 മാസം ആകുമ്പോഴെങ്കിലും അവർ സംസാരിച്ച് തുടങ്ങേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല, സംസാരമേ തുടങ്ങിയിട്ടില്ല. 1.5 വയസ്സായിട്ടും കുട്ടി ഒരു 20 വാക്കുകളെങ്കിലും സംസാരിക്കേണ്ടതാണ്, അതുപോലും ചെയ്യുന്നില്ല എന്ന് കണ്ടുവന്നാൽ ഉടനെ തന്നെ വിദഗ്ധരെ പോയി സമീപിച്ച് ചികിത്സിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് ലാംഗ്വേജ് പിന്നെയും ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുക, അതുപോലെ സ്പിന്നിങ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റീരിയോടിപ്പിക് ബിഹേവിയർ എന്ന് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നു. അതായത് എന്തെങ്കിലും ചക്രം എടുത്ത് കറക്കിക്കൊണ്ടിരിക്കുക, ഫാനിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അതായത് ഇങ്ങനെയുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ കുട്ടികളിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അടുത്തുള്ള ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇതിനെ എങ്ങനെ നമുക്ക് ചികിത്സിക്കാം? ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് നല്ല ക്വാളിറ്റി ഓഫ് ടൈം നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂരിപക്ഷം മാതാപിതാക്കളും ജോലിയിലായിരിക്കും. അവർക്ക് കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ഉണ്ടാവാറില്ല. അതായത് നമ്മൾ ദിവസവും കുട്ടികളുടെ അടുത്ത് രാവിലെ എന്താണ് ചെയ്തത്, വൈകിട്ട് എന്തൊക്കെയായിരുന്നു, കുട്ടി രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടു, എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്തു, ഇതൊക്കെ നമ്മൾ ആ കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവരുടെ അടുത്ത് കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോഴേ കുട്ടികൾക്കും തിരിച്ച് അതുപോലെ റെസ്പോണ്ട് ചെയ്യാനും സംസാരിക്കാനുള്ള പ്രവണത വരുള്ളൂ. പിന്നെയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയറൽ തെറാപ്പി നല്ലൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ അതുപോലെ ബിഹേവിയർ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ അതുപോലെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ, ചൈൽഡ് സൈക്കോളജിസ്റ്റ്, ഇങ്ങനെയുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ അടുത്ത് നമ്മൾ അപ്രോച്ച് ചെയ്ത് കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നൽകേണ്ടത്. അതുപോലെ തന്നെ സംവേദനക്ഷമതയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുക. ഉദാഹരണത്തിന് ഊഞ്ഞാലാടുക, അതുപോലെ പമ്പരം കറക്കുക, അങ്ങനെയുള്ള സംവേദനക്ഷമതയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളെ കൊണ്ട് ബീഡ്സ് കോർപ്പിക്കുക നൂലിൽ, അവരുടെ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള ഒരു ഉപാധിയാണിത്. നമ്മുടെ ആയുർവേദത്തിൽ ഇതിന് പഞ്ചകർമ്മ ചികിത്സയുണ്ട്. അതുപോലെ ഔഷധ കൂട്ടുകൾ നമ്മൾ കുട്ടിക്ക് ചികിത്സയ്ക്കായി നൽകുന്നതാണ്.